ജി സുധാകരൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നുവെന്ന് വാർത്താ സമ്മേളനമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അതിൻ്റെ ഇടയിൽ ജി സുധാകരൻ പറഞ്ഞത് സഹോദരനായ ഭുവനേശ്വരൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. കോളേജ് ക്യാമ്പസിൽ വെച്ച് ഭുവനേശ്വരനെ കൊലപ്പെടുത്തിയ KSUക്കാരെന്നാണ് നമ്മൾ കേട്ടത്. പക്ഷേ ഇന്നലെ ജി സുധാകരൻ പറഞ്ഞതിൽ നിന്ന് അങ്ങനെയല്ലല്ലോ വായിച്ചെടുക്കാൻ പറ്റുക. ഇന്നലെ ഞാനത് നമ്മൾ സംസാരിക്കുമ്പോൾ പരാമർശിച്ചിരുന്നു. കാരണം അത് ആ പത്രസമ്മേളനത്തിൽ ഞാൻ ശ്രദ്ധിച്ചതാണ്. ജി സുധാകരൻ പൊതുവെ അതിൽ നിന്ന് KSUവിനെ UDFനെ ഊരി മാറ്റി അത് അവിടുത്തെ കുറേ പന്തളത്തെ നായർ പ്രമാണികളും ചില നായർ പ്രമാണികളും NSSൻ്റെ വിദ്യാർത്ഥി വിഭാഗമുണ്ട്. NSSൻ്റെ രാഷ്ട്രീയ പാർട്ടി NDP, അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗം DSU. പണ്ട് VS ശിവൻകുട്ടിയും ഈ DSUവിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഈ പന്തളത്തല്ല, അത് അപ്പുറത്താണ്, ധനുവച്ചപുര ആ ഭാഗത്താണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനെയാണ് പറഞ്ഞത്. കൂടുതലും ഇന്നലെ നായർ പ്രമാണിമാരും DSUക്കാരും എന്നാണ് പറഞ്ഞത്. ഇടയ്ക്ക് KSU എന്നും പറഞ്ഞെങ്കിലും. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഭുവനേശ്വരൻ്റെ രക്തസാക്ഷിത്വം ശരിക്കും അത് സുധാകരനൊരു മൂലധനമായിരുന്നു അന്ന്. കാരണം ഒരു രക്തസാക്ഷിയുടെ സഹോദരൻ എന്ന് പറഞ്ഞിട്ട് 1977 എനിക്ക് ഓർമ്മയുണ്ട് ഈ ഭുവനേശ്വരൻ്റെ മരണവും അങ്ങനത്തെ കാര്യം. അക്കാലത്ത് പല സംഭവങ്ങളും ഇങ്ങനെയുണ്ട്. മഹാരാജാസ് കോളേജിൽ മുത്തുക്കോയ കൊല്ലപ്പെടുന്നത് മറ്റേ ലക്ഷദ്വീപുകാരനായിരുന്നു. തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിൽ രാജൻ എന്നാണ് എൻ്റെ ഓർമ്മ ഇങ്ങനെ കൊല്ലപ്പെടുന്നത്. അങ്ങനെ ഈ SFIയുടെ ഒരു മുന്നേറ്റം ഉണ്ടാവുകയാണ് ക്യാമ്പസുകളിലേക്ക് KSUവിനെതിരെയും ഒക്കെ. അതിൽപ്പെട്ടതാണ് KSU കാബാലികർ എന്ന് തന്നെയാണ് സുധാകരനും ഇതുവരെയൊക്കെ പറഞ്ഞിരുന്നത് ഭുവനേശ്വരനെ കൊന്നത്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം, ഇത് 1977 ഡിസംബർ 7-നാണ് ഭുവനേശ്വരൻ മരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഡിസംബർ 7-ന് ഫേസ്ബുക്കിൽ സുധാകരൻ തന്നെ എഴുതിയൊരു കുറിപ്പിൽ KSU DSU കാബാലികർ കൊന്നു എന്ന് തന്നെയാണ് എഴുതിയിരുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യം KSU എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. KSU DSU ഒരു കൊല്ലം മുമ്പ്, കഴിഞ്ഞ കൊല്ലം എഴുതിയിരുന്നു. സമത്വം, സ്വാതന്ത്ര്യം, സോഷ്യലിസം എന്നിവയ്ക്ക് പോരാടിയ രക്തനക്ഷത്രമായിരുന്നു എൻ്റെ സഹോദരൻ ഭുവനേശ്വരൻ എന്നും കഴിഞ്ഞ കൊല്ലം പറയുമ്പോൾ KSU കാബാലികർ എന്ന് തന്നെ സുധാകരൻ പറഞ്ഞിരുന്നു. പക്ഷെ പത്രസമ്മേളനത്തിൽ വലിയ രാഷ്ട്രീയ ലക്ഷ്യമൊന്നുമില്ലാത്ത ഗുണ്ടാ പിള്ളേർ എന്ന് പറഞ്ഞു സുധാകരൻ. ഈ DSUക്കാരെയൊക്കെ പറ്റി കുറെ ഗുണ്ടാ പിള്ളേരാണ് കൊന്നതെന്ന്. KSU കാബാലികർ എന്നുള്ളതിൽ ഊന്നൽ ഉണ്ടായില്ല. അപ്പോൾ ഇന്ന് 33 പ്രതികളാണ് ആ കേസിൽ ഉണ്ടായിരുന്നത്. ഇന്ന് അവരൊരു പാർട്ടിയിലും ഇല്ല എന്നും സുധാകരൻ പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ചില പാർട്ടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ ആ 33 പേര് അവർ കേസിൽ വിട്ടയക്കപ്പെട്ടു. അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവരിൽ കുറേ ആളുകൾ, ചില ആളുകൾ കോൺഗ്രസിലുണ്ടെന്നും സുധാകരൻ പറഞ്ഞില്ലല്ലോ, എന്നാലും ഉണ്ട്. അപ്പോൾ സുധാകരൻ ഇനി പിന്തുണ തേടുന്ന പാർട്ടികളിലൊക്കെ ആ 33 പേര് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ സുധാകരൻ പറഞ്ഞു പിന്നെ അന്ന് പാർട്ടി സഹായിച്ചില്ല, ഒറ്റയ്ക്കാണ് നിയമ പോരാട്ടം നടത്തിയത്. വീട്ടിലെ ആഞ്ഞിലി മുറിച്ച് വിറ്റിട്ടാണ് അതിന് പണം കണ്ടെത്തിയത്. 33 പ്രതികളെ വിടുമ്പോൾ ഇടതുമുന്നണി സർക്കാരാണ്. പക്ഷെ സർക്കാർ ആ കേസിൽ അപ്പീൽ കൊടുത്തില്ല. ഇതൊക്കെ സുധാകരൻ ഇന്നലെ പറയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ CPMനെതിരായ വർത്തമാനമാണല്ലോ ഈ പറഞ്ഞതുമൊക്കെ. അപ്പോൾ ഈ കരുണാകരൻ്റെ കാലത്താണ് ഈ പ്രതികളെയൊക്കെ വിട്ടയക്കുമ്പോൾ, കരുണാകരൻ്റെ കാലമാണ്. അതിൻ്റെ അകത്ത് ഈ 8 SFIക്കാരെയാണ് പന്തളം NSS കോളേജിൽ നിന്ന് ഈ സംഭവത്തിന് ശേഷം പുറത്താക്കുന്നത്. 8 SFIക്കാരെ അവരിപ്പോൾ പല പാർട്ടികളിലുമൊക്കെ ഉണ്ട്. അപ്പോൾ വർഷാവർഷം എല്ലാ വർഷവും ഈ ബലികുടീരത്തിൽ പുഷ്പാർച്ചന നടക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഒരു സഹകരണ ബാങ്കിൽ ഒരു മറ്റേ ഭുവനേശ്വരൻ്റെ പേരിൽ ഒരു പുരസ്കാരം കൊടുക്കാൻ പൈസ ഇട്ടിട്ടുണ്ട്. പക്ഷെ SFIക്കാരെ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നും സുധാകരൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഭുവനേശ്വരനെയൊക്കെ മറന്നുപോയി, ആരോർക്കുന്നു എന്നൊക്കെ ചോദിച്ചല്ലോ. BA ഇക്കണോമിക്സ് 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ഭുവനേശ്വരൻ. അന്ന് SFI യൂണിറ്റ് സെക്രട്ടറിയുമായിരുന്നു. ക്ലാസ്സിലിരിക്കുമ്പോൾ ക്ലാസ്സിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോവാണ്.
ഭുവനേശ്വരനെ നമ്മുടെ ചില ആളുകൾക്ക് അടികൊണ്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ യൂണിറ്റ് സെക്രട്ടറി ആയതുകൊണ്ട് പോകണമല്ലോ. 18 വയസ്സാണ്, പാർട്ടി അംഗമാണ് അന്ന്. നാടകം, ഉപന്യാസം, ഫുട്ബോള്, ബാഡ്മിൻ്റൺ ഇതൊക്കെ ഉള്ള ആളായിരുന്നു ഈ ഭുവനേശ്വരൻ. അപ്പോൾ കരിമുളക്കലാണ് ഈ ബലികുടീരം ഉള്ളത്. അപ്പോൾ സുധാകരൻ ഇന്നലെ പറഞ്ഞ കൂട്ടത്തിൽ ആരും ആശുപത്രിയിലും നോക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാഴ്ച ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കിടന്നു. മറ്റേ കൊല്ലം SN കോളേജിൽ സുശീല ഗോപാലിൻ്റെ കൂടെ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് സുധാകരൻ അന്ന്. അത് കഴിഞ്ഞ് സുധാകരൻ കയ്യിൽ കാശൊന്നും ഇല്ലാണ്ട് 2-3 ബസ് കയറി. ആദ്യം ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ആശുപത്രിയിലല്ലെന്ന് പറഞ്ഞു, മാവേലിക്കരയിലോ മറ്റോ. അത് കഴിഞ്ഞ് പിന്നെ ആലപ്പുഴയ്ക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ പിന്നെയും ബസ് കയറി പോകുന്നു. കാശൊന്നും ഇല്ല എന്നുള്ള കാര്യമൊക്കെ ഇന്നലെ പറഞ്ഞു. ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല. ആശുപത്രിയിൽ ഒരാഴ്ച സുധാകരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പാർട്ടിയോ SFIയോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണല്ലോ ഉദ്ദേശിച്ചത്. ഈ ഭുവനേശ്വരൻ്റെ രക്തസാക്ഷിത്വം അന്ന് പാർട്ടി കൊണ്ടാടിയതാണ്. അന്ന് ഈ പാർട്ടി കവിയായിരുന്ന M കൃഷ്ണൻകുട്ടി, പലരും കവിത എഴുതിയിട്ടുണ്ട്, പ്രഭാവർമ്മ എഴുതിയിട്ടുണ്ട്, ഏഴാച്ചേരി രാമേന്ദ്രൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ M കൃഷ്ണൻകുട്ടി എഴുതിയ കവിതയിൽ ഭുവനേശ്വരൻ എൻ്റെ അനുജൻ, പൂത്ത മലവാക പോലെ എൻ്റെ മനസ്സിൽ നിറയുന്ന ഭുവനേശ്വരൻ എൻ്റെ അനുജൻ M കൃഷ്ണൻകുട്ടി. ഏഴാച്ചേരി ഭുവനേശ്വര ഭുവനേശ്വര ഭുവനം എന്നും ഓർത്തിടുന്ന നാമം ഭുവനേശ്വര ഭുവനേശ്വര എന്ന് പറഞ്ഞിട്ട് ഏഴാച്ചേരി. പ്രഭാവർമ്മ ഭുവനേശ്വരൻ ഒരു കവിത എന്ന് പറഞ്ഞിട്ട് എഴുതിയിരുന്നു. ഇത് അന്ന് എൻ്റെ ഒരു സുഹൃത്തായ J. രഘു, ഈ സർവവിജ്ഞാന കോശത്തിൽ പിന്നീട് എഡിറ്ററൊക്കെ ആയിരുന്നു. ഈ J. രഘു അന്ന് ഈ പന്തളം NSS കോളേജിൽ പഠിക്കുന്നുണ്ട്, SFIക്കാരൻ. J. രഘുവിനെ കൊല്ലാനാണ് അന്ന് ഈ ഇവർ ഉദ്ദേശിച്ചിരുന്നത്, ഭുവനേശ്വരനെ അല്ലായിരുന്നു. അപ്പോൾ ഈ അതായത് സംഘർഷം കഴിഞ്ഞ് അപ്പോൾ J. രഘു ഈ സംഭവം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പന്തളം NSS കോളേജിൽ 2 വിഭാഗവും തമ്മിൽ സംഘർഷം നടന്നിട്ട് കോളേജ് അടച്ചിരുന്നു. എന്നിട്ട് കോളേജ് തുറക്കുകയാണ്. തുറന്നിട്ട് 1 മാസം കഴിയുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. J. രഘുവിനെയും പ്രഭാഷ് എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥിയെയും ആണ് ഉന്നമിട്ടിരുന്നത് ഈ പ്രതികൾ. അത് ഭുവനേശ്വരനിലേക്ക് തിരിയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, KSU, DSU, പന്തളത്തെ ചില നായർ പ്രമാണിമാർ, കോളേജിന് പുറത്തുള്ള ഗുണ്ടകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ SFI ഒരു പ്രകടനം നടത്തി. ആ പ്രകടനത്തിന് അവർ ഈ KSU, DSU, ഈ പിന്നെ ഗുണ്ടകളും എല്ലാം കൂടി വന്ന് പുറത്തുനിന്ന് വന്നവരെല്ലാം കൂടി തടയുകയാണ്. അപ്പോൾ J. രഘു ഓടി, പ്രഭാഷ് ഓടി, കൊള്ളണ്ട എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് രഘു 2ാം നിലയിലെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓടിച്ച് കയറ്റുകയാണ് അങ്ങോട്ട്. മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് രഘു കയറി. പിന്നാലെ ഭുവനേശ്വരനും എത്തിയിട്ട് ഡെസ്കിൻ്റെ അടിയിലേക്കൊക്കെ പതുങ്ങി. ഈ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ രഘു ഇരിക്കുന്ന ആ മുറിയിൽ തന്നെ ഭുവനേശ്വരനും എത്തി. അപ്പോൾ ഈ ഒരു നിവൃത്തിയില്ലാതെ തുറന്നു കിടന്ന ഒരു ജനാലയിൽ കൂടി രഘു താഴേക്കെടുത്ത് ചാടി. രഘുവിൻ്റെ കാലൊടിഞ്ഞു പോയി. പക്ഷേ ഭുവനേശ്വരന് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു. അപ്പം ഭുവനേശ്വരന് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഭുവനേശ്വരന് ചാടാൻ കഴിഞ്ഞില്ല. ഭുവനേശ്വരൻ അവിടെ ശരിക്കൊരു വിക്റ്റിം ആയിപ്പോയി ഈ പ്രതികൾക്ക്. അങ്ങനെ അവർ കമ്പി കൊണ്ട് ഭുവനേശ്വരൻ്റെ തലക്കടിച്ചു. പിന്നെ 5-8 പേര് കാലിൽ പിടിച്ച് തല താഴെ തുടർച്ചയായിട്ട് അടിച്ചു. പലതവണ തറയിലിടിച്ചു. അപ്പോൾ ഈ ഭുവനേശ്വരൻ്റെ നിലവിളി താഴെ കാലൊടിഞ്ഞ് കിടന്ന രഘു കേൾക്കുന്നുണ്ടായിരുന്നു എന്നാണ് രഘു ഓർക്കുന്നത്. 7 ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കിടന്നിട്ടാണ് ഈ മരിക്കുന്നത്. അപ്പോൾ ഭുവനേശ്വരൻ്റെ മരണത്തിൻ്റെ പിന്നിൽ ശരിക്കും ഇതുവരെ സുധാകരൻ, ഇന്നലത്തെ പത്രസമ്മേളനം വരെ സുധാകരൻ KSU കാബാലികർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇതുവരെയും മറ്റേ SFIക്കാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നതും ഭുവനേശ്വരനെ ഓർക്കുന്നതും ഞങ്ങളും ഒക്കെ കാലത്ത് ഓർക്കുന്നതും ഒക്കെ KSU അല്ലാതെ NDPക്ക് എന്ത് വിദ്യാർത്ഥി വിഭാഗം അല്ലേ? എത്ര കോളേജിൽ കാണും? ഈ NSS കോളേജുകളിൽ മാത്രമല്ലേ കാണുള്ളൂ, വരലിൽ എണ്ണാവുന്ന NSS കോളേജിൽ എന്നല്ലാതെ.
അപ്പോൾ KSUവിനെ പരാജയപ്പെടുത്താനായിട്ട് അന്ന് KSU കാബാലികരാണ് ഭുവനേശ്വറിനെ കൊന്നത് എന്ന് തന്നെയാണ് സുധാകരൻ ഇതുവരെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കൊണ്ട് സുധാകരൻ അത് മാറ്റിവെക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. അത് സഹോദരനോട് കാണിക്കുന്ന നീതിയും ആയിരിക്കില്ല. രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ടാണല്ലോ സുധാകരൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഇന്നലെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ രക്തസാക്ഷികളോട് ചെയ്യുന്ന പാതകവുമായിരിക്കും. അതുകൊണ്ട് ഇനി ഈ കാര്യം മറ്റേ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊക്കെ ചിലപ്പോൾ പ്രസംഗിച്ചു എന്ന് വരുമല്ലോ. അപ്പോഴെങ്കിലും പിന്നെ KSU ഭേദപ്പെട്ടു എന്ന് പറയാമായിരിക്കും. പക്ഷെ അന്ന് ഇത് ചെയ്യുമ്പോൾ KSU കാബാലികർ എന്നുള്ള ഭാഗത്ത് സുധാകരൻ ഉറച്ചു നിന്നാൽ സുധാകരൻ നല്ലതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.